ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു വ്ലോഗിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കണ്ടുവെക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ കണ്ടുപിടിച്ചവർ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഫസ്റ്റ് കണ്ട പോലെ തന്നെ ഇവിടെ കുറച്ച് ഇൻഡസ്ട്രിയൽ വർക്കിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ കുളിയും ലുഹറിസ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ. ലഞ്ചിന് നമ്മൾ സ്പെഷ്യൽ ബീഫ് വരട്ട്, ചിരങ്ങ, താളിപ്പ്, കയ്പ, ഉപ്പേരി, പപ്പടം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 2:30-3 മണി ആ ഒരു സമയപ്പോഴത്തേക്ക് ലഞ്ചൊക്കെ കഴിച്ച് പണിക്കാരൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടിൻ്റെ മേലേക്ക് വെക്കാനുള്ള നെറ്റ് ഉണ്ടാക്കാനായിട്ടോ ആൾ വന്നത്. അതിൻ്റെ കൂടെ തന്നെ ആ സൈഡിലുള്ള ഗേറ്റ് പെയിൻ്റ് അടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് പൊട്ടി വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് റിപ്പയർ ചെയ്തു. പിന്നെ വേറെ അല്ലറ ചില്ലറ കുറച്ച് പരിപാടികളൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലും കുറച്ച് സമയം കിടക്കലും പുറത്തുള്ള ഈ പരിപാടികളൊക്കെ നോക്കി കണ്ടൊക്കെ കഴിഞ്ഞ് കേശൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിന്ന് സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ കുട്ടികൾ ഇതാ കളിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് സമയം അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ വൈകുന്നേരം മുതലേ ചെറുതായിട്ട് ഇങ്ങനെ തലവേദന എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് അടിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വണ്ടി എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊടി അടിച്ചിട്ടാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പണിയും ചെയ്യാൻ ഒരു ഉഷാറില്ലായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാത്ത ദിവസങ്ങൾ നമ്മൾ ദിവസങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാവുക. ലഞ്ച് കഴിക്കുക, ചായ കുടിക്കുക, മരിഭാവുക, പിന്നെ രാത്രിക്കത്തെ ഫുഡ് കഴിക്കുക, അതിൻ്റെ ഇടയ്ക്ക് പഠിക്കലും പഠിപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ചില ദിവസം നല്ലൊരു എനർജി വരുന്ന സമയത്താണ് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുക്കാനൊക്കെ തോന്നുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ അമാന്തിച്ച് നിൽക്കേണ്ട സമയമല്ല. എല്ലാവർക്കും അറിയാം റമദാൻ വരാനായി. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. വേറെ എവിടെയൊക്കെ ഞാൻ അപ്പം നീറ്റാക്കിയിട്ടാലും ഈ റൂമിലേക്ക് ഞാനങ്ങനെ വല്ലാണ്ട് നീറ്റാക്കാൻ വരലുമില്ല. അങ്ങനെ നീറ്റായി കിടക്കണമെന്ന് അത്ര നിർബന്ധമില്ല കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ബാക്കിയുള്ള ഏരിയയൊക്കെ നമുക്ക് ക്ലീനായി കിടക്കണമെന്ന് നിർബന്ധമാണ്. ഇവിടെ നിന്നെങ്കിലും അവർക്ക് ഇഷ്ടത്തിന് കളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ. പിന്നെ ഈ കാണുന്നത് 3 ദിവസത്തെ മടക്കാനുള്ളതാണ് കേട്ടോ. എത്രയൊക്കെ എഫേർട്ട് എടുത്ത് മടക്കി വെച്ചാലും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ കൂന കൂടി വരും. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്ര എനർജി ഇല്ലാത്തൊരു ദിവസമായതുകൊണ്ട് ഞാനത് മടക്കാനൊന്നും നിന്നിട്ടില്ല. ഒന്നും കൂടി കൂനാവട്ടെ എന്ന് കരുതി അവിടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണി 7:15 ആവുന്നേ ഉള്ളൂ. കേശൻ്റെ ഓത്തും പഠിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8:30 ആയിട്ട് കിടക്കാമെന്ന് കരുതി ഇങ്ങനെ സമയം തള്ളിപ്പോക്കാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡീപ്പ് ക്ലീനിങ് ഇൻഷാല്ല മൺഡേ മുതൽ തുടങ്ങുമെന്നാണ് വിചാരിക്കുന്നത്. എത്ര പേര് തുടങ്ങി കംപ്ലീറ്റ് ആയി എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവസാനത്തേക്ക് ഇങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് എടുക്കാതെ കുറേശ്ശെ ഓരോ ദിവസം വെച്ചിട്ട് എടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മടി തോന്നുമ്പോൾ ഒരു ദിവസം ഓഫ് എടുക്കാനൊക്കെ പറ്റുമല്ലോ. പിന്നെ ഞാൻ കഴിഞ്ഞ കൊല്ലം, അതായത് ജനുവരി ആവുന്നതിന് മുന്നേ തന്നെ എല്ലാ കബേർഡ്സും ഡീക്ലട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡീക്ലട്ടർ ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കുക, വേണ്ടതൊക്കെ എല്ലാ ഷെൽഫും കബോർഡൊക്കെ ഒന്ന് എടുത്ത് തുടച്ച് വൃത്തിയാക്കി വെക്കുക. അതാണ് ഡീക്ലട്ടറിങ് കേട്ടോ. അപ്പോൾ കബേർഡ്സും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണിലുള്ള കുറച്ച് ഏരിയ മാത്രമേ അങ്ങനെ ഡീക്ലട്ടർ ചെയ്യാൻ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് പൊടി തുടച്ച് വൃത്തിയാക്കാനുള്ള പരിപാടിയെ മാത്രമേ ഡീപ്പ് ക്ലീനിങ്ങിനായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് റിലാക്സ് ആയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ക്ലീനിങ് ടിപ്സും കാര്യങ്ങളും എല്ലാം ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യണോ ഷോർട്സ് വീഡിയോ ആയിട്ട് ചെയ്യണോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും പ്ലാനിങ് ഇൻക്ലൂഡ് ആക്കാമെന്നാണ് കരുതിയത് കേട്ടോ. ഒരു ചെറിയ പ്ലാനിങ് എങ്കിലും ഇല്ലാണ്ട് നമ്മളൊന്നും തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ എൻ്റെ പ്ലാനിങ് ഓരോ റൂം ക്ലീൻ ആക്കുന്നതിന് പകരം കോമൺ ആയിട്ടുള്ള ഏരിയാസ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. അതായത് ജനൽ എല്ലാ റൂമിലും ജനലുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ 1-2 ദിവസം എടുത്തിട്ട് എല്ലാ റൂമിനെയും ജനലും കാര്യങ്ങളും തുടച്ചെടുക്കുക. ശേഷം ഫാന് തുടയ്ക്കുക. അങ്ങനെ ആദ്യം തന്നെ മാറാല തട്ടുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാമെന്നിട്ട് വിചാരിച്ചത്. ആദ്യമൊക്കെ ഞാൻ ഓരോ റൂം എടുത്തിട്ട് കംപ്ലീറ്റ് അതങ്ങനെ തട്ടി വെക്കലാണ് ചെയ്യൽ. അതെനിക്കൊന്നൊന്ന് കുറച്ചുകൂടി ടയറിങ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ദിവസം ഫസ്റ്റ് ഡേ നമ്മൾ മാറാല തട്ടുക, അകം മൊത്തം മാറാല തട്ടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു പണി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ എല്ലാ ഏരിയയിലും മാറാല ക്ലീനായി കിട്ടുകയും ചെയ്യും. പിന്നെ പിറ്റത്തെ ഒരു ദിവസം ഫാന് ക്ലീൻ ആക്കുക, പിറ്റത്തെ ഒരു ദിവസം നമുക്ക് ജനൽ ക്ലീൻ ആക്കുക. അങ്ങനെ ചെയ്ത് കഴിയുക. വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു റൂം മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ നിൽക്കുമ്പോൾ അത് മൊത്തം വലിച്ചു വാരിയിടും. പിന്നെ തിരിച്ചത് മൊത്തം നമുക്ക് റെഡിയാക്കി വെക്കുകയും കൂടി വേണം. അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടാവേ, എന്തെങ്കിലും അസുഖം വരെ അല്ലെങ്കിൽ ഗസ്റ്റ് ആരെങ്കിലും വരെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമാണ്. ഇതാകുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മതിയാക്കണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആരെയും വന്നാലും അങ്ങനെ വൃത്തികേടായിട്ട് തോന്നില്ല. അപ്പോൾ ഞാൻ അങ്ങനെ പോകാമെന്നാണ് കേട്ടോ ഈ പ്രാവശ്യം വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ക്ലീൻ ചെയ്ത് പോകുന്നതിനനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നും കൂടി വിചാരിക്കുന്നുണ്ട് കേട്ടോ. ടിപ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് എന്താണെന്നറിയില്ല, ഈ ഒരു പോട്ടിലെത്തിയപ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ മുന്നേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രത്തിൽ അതിങ്ങനെ എപ്പോഴും ഓരോ ഇലകൾ വാടിക്കൊഴിഞ്ഞ് അങ്ങനെ നിന്നിരുന്നു കേട്ടോ.
പിന്നെ നമ്മളെ ബീറ്റർ റെഡി ആയിട്ടില്ല കേട്ടോ. അതെന്തോ അതിൻ്റെ പാർട്സ് എന്തോ കിട്ടണില്ല എന്നെന്തൊക്കെ പറഞ്ഞത്. അപ്പോൾ അതേതായാലും അങ്ങനെ സ്റ്റക്കായി അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്താണ് ഞാൻ സാധാരണ തുണി മടക്കി വെക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങൾ ഉണക്കിയത് എടുത്ത് വെക്കുക, അങ്ങനത്തെ ചില മടി പിടിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു സമയമാണ് കേട്ടോ. ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറച്ചും കൂടി എനർജറ്റിക് ആയിട്ട് തോന്നുന്നൊരു സമയമാണ് ഈ ഒരു മഗ്‌രിബിന് ശേഷമുള്ള സമയം എന്ന് പറഞ്ഞാൽ. എനർജറ്റിക് എന്ന് വെച്ചാൽ രാവിലത്തെ പോലെ തിരക്കിട്ട് പണികൾ തീർക്കാനല്ല, ഇതുപോലെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ ചെയ്യേണ്ടെന്നുള്ള അങ്ങനത്തെ പണികളുണ്ടാവുമല്ലോ, അതൊക്കെ. കുറച്ച് നേരം ഇതുപോലെ ഓരോന്നൊക്കെ ഒതുക്കി പെറുക്കി വെച്ചപ്പോൾ ഞാൻ നേരത്തെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അതൊന്ന് കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ. ഇതിൻ്റെ ഷോർട്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. 1-2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ഞാനിതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഈ ഒരു ഉപ്പിലിട്ടതിന്. അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ യൂട്യൂബിൻ്റെ പുതിയൊരു ഫീച്ചറായിട്ടുള്ള ഹൈപ്പ് തരാൻ ആരും മറന്നു പോകരുത്. ഹൈപ്പ് പലർക്കും അറിയാഞ്ഞിട്ടാണോ എന്താ എനിക്കറിയില്ല, ഹൈപ്പ് അങ്ങനെ വളരെ കുറവാണ്, 1-2 ആൾക്കാരൊക്കെ ഹൈപ്പ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഹൈപ്പ് തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷൻ ഒന്ന് ഇടത് ഭാഗത്തേക്ക് നീക്കി കഴിഞ്ഞാൽ അവിടെ ഹൈപ്പ് എന്നുള്ളൊരു ബട്ടൺ വരും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഈ നോമ്പിൻ്റെ ഡീപ്പ് ക്ലീനിങ്ങും അതുപോലെ തന്നെ നോമ്പിനൊക്കെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മിക്കതും ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസിൻ്റെ ഒക്കെ ലിങ്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ പെട്ടൊരു ഐറ്റമാണ് ഈ ഒരു മാഗ്നറ്റിക് പ്ലാനർ കേട്ടോ. ഇത് ഭയങ്കര ഹെൽപ്പാണ്. ഹെൽപ്പ് എന്നുള്ളതിലുപരി ഇതിപ്പോൾ എൻ്റെ ഒരു ഹോബി ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. മറ്റത് നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് എടുക്കണം, പെന്നെടുക്കണം, ഇരുന്ന് അങ്ങനെ എഴുതണം. പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ബുക്ക് എടുത്ത് മറിച്ച് നോക്കുക, കുറച്ചൊരു ടാസ്ക് അല്ലേ. ഇതാകുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ആ ഒരു ഓൺ ദി ഗോ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ എഴുതി വെക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തിരുത്തൽ വരുത്തുക, നമ്മൾ എന്തെങ്കിലും ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് ഇടുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ള ആ ഒരു മൈ നോട്ട്സ് എന്നുള്ള പേജ് ഒരു ബ്ലാങ്ക് പേജാണ്. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുത്തിക്കുറുക്കിയൊക്കെ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ എൻ്റേത് മാത്രമല്ല, കുട്ടികളും കൂടി ഒരു ഹോബി ആയിട്ട് മാറിയിട്ടുണ്ട്. അവർക്കും ഇടയ്ക്കൊന്ന് വന്ന് ഇതിലൊന്ന് എഴുതിയൊക്കെ നോക്കണം. ഇത് നല്ലൊരു വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, ആവശ്യമുള്ളവരൊക്കെ വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ ഇതിലിങ്ങനെ നമ്മൾ തീർന്നു പോയ കാര്യങ്ങൾ ഷോപ്പ് ചെയ്യാനുള്ളത് എഴുതി വെക്കും. അതുപോലെ നാളത്തേക്കുള്ള ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് വരുമ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. മറ്റേത് നമ്മൾ തലേ ദിവസം എത്ര ചിന്തിച്ച് വെച്ചാലും രാവിലെ ആകുമ്പോൾ ഒരു ടെൻഷനാണ്, ഇന്ന് എന്തായിരുന്നു ഉണ്ടാക്കാൻ വിചാരിച്ചെന്നുള്ള ഒരു മറന്നുപോയ പോലെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 8 മണിയായപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് ബാക്കി ഉച്ചയ്ക്ക് വന്നതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് കുട്ടികൾക്ക് ഡിന്നറും കാര്യങ്ങളൊക്കെ കൊടുത്ത് വേഗം കിടക്കാട്ടോ. ഞാനന്ന് ഡിന്നറൊന്നും കഴിച്ചിട്ടില്ല. എനിക്കിതുപോലെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പിന്നെ എനിക്ക് രാത്രി ഫുഡ് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ കുട്ടികൾക്കുള്ളൊക്കെ പെട്ടെന്ന് വാരി കൊടുത്ത് ബാക്കി വന്ന പാത്രം കാര്യങ്ങളൊക്കെ സെറ്റാക്കി അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടോ. തലേ ദിവസം എടുത്ത് പണിൻ്റെ കൂടെ ചെയ്തതാണ് കേട്ടോ ഇത്. ഈ ഒരു അലക്കുകല്ലിൻ്റെ അവിടെ നമ്മൾ ഡിറ്റർജൻറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ട് വെറുതെ അടിച്ചതാണ്. അതിനുള്ളൊരു ഏരിയ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് വേറൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ വേസ്റ്റ് ആയിട്ടുള്ള കവറുകളുണ്ടല്ലോ, വേസ്റ്റ് കവർ എന്ന് വെച്ചാൽ നമുക്ക് സാധനം കൊണ്ടുവരുന്ന കവറുകൾ നമ്മൾ പിന്നീട് ആവശ്യത്തിന് എടുക്കാൻ വേണ്ടി എടുത്തു വെക്കുമല്ലോ. അപ്പോൾ അത് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇത് ഞാൻ ഓർഡർ ചെയ്തപ്പോൾ 2 എണ്ണമായിട്ടാണ് വന്നത്. അപ്പോൾ ഒരെണ്ണത്തിൽ ചെറിയ കവറും ഒന്നിൽ വലിയ കവറും അങ്ങനെ ആക്കിയിട്ട് വെക്കാമെന്നാണ് കരുതിയത്. മുന്നേ ഞാൻ കണ്ടു അടുപ്പിൻ്റെ അടിയിൽ ആ ഒരു ബാസ്ക്കറ്റിലാക്കി അങ്ങനെ വെക്കലാണ്. പക്ഷെ അതൊരു എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിലാകുമ്പോൾ കവറുകൾ നമുക്ക് മടക്കി ഇങ്ങനെ മേലെ ഇട്ടുകൊടുത്താൽ അടിയിൽ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ വലിച്ചെടുക്കാം. ഇതിൻ്റെ ഐക്യൻ്റെ മോഡലാണ് ഞാൻ ആദ്യം നോക്കിയത്. പക്ഷെ അതെനിക്കെന്തോ എന്തൊരു ഭയങ്കര വലിപ്പം ഓവറുള്ള പോലെ തോന്നി. അതൊരു പ്ലാസ്റ്റിക് ടൈപ്പാണ് വരുന്നത്. പിന്നെ ഞാൻ തപ്പിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ ഒതുങ്ങി നിന്നോളല്ലോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ മതി നമ്മളെ വീട് ഒന്നുകൂടി വൃത്തിയായിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. പിന്നെ ഈ വീഡിയോൻ്റെ പ്രത്യേകത കണ്ടുപിടിച്ചവർ കമൻറ്റ്